ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. US-ന്റെ ആ ഒരു റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് വലിയ ഒരു മാർക്കറ്റ് തകർച്ച ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്ര വലിയ തകർച്ച നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായില്ല. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഏകദേശം 90 പോയിന്റ് മാത്രം ഇടിഞ്ഞുകൊണ്ട് 23,242 ആ ഒരു ലെവലിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. 23,150 വരെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിലാണ് മാർക്കറ്റ് തുടങ്ങിയതെങ്കിലും പിന്നീട് മാർക്കറ്റ് റിക്കവർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 23,306 എന്ന ഹൈ വരെ ഒരു ഘട്ടത്തിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആ ഒരു ശക്തമായ സപ്പോർട്ട് ലെവലിൽ നിൽക്കാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു ആശ്വാസകരമായൊരു കാര്യമാണ്. ഇന്ന് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മുന്നേറ്റം നടന്നിട്ടുള്ള മൈക്രോ ക്യാപ് സെഗ്മെൻറ്റിലാണ്. 1.04% ഒരു അപ്സൈഡ് മൂവ് അവിടെ നടന്നതായിട്ട് കാണാം. മാർക്കറ്റ് വൈഡ് നമ്മൾ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ സ്റ്റോക്കുകൾ 2,813 സ്റ്റോക്കുകളോളം അഡ്വാൻസ് ചെയ്തതായിട്ട് കാണാം. ഏകദേശം 68% സ്റ്റോക്കുകൾ മുന്നോട്ട് പോയി. വെറും 1,171 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. ഇപ്പോൾ നിഫ്റ്റി നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടും മാർക്കറ്റ് മൊത്തത്തിൽ ബുള്ളിഷാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ആക്റ്റീവായിട്ട് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് സെക്ടോറൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിട്ടുള്ളത് IT സെഗ്മെൻറ്റിലാണ്. അത് പൊതുവെ പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഓട്ടോ സെഗ്മെൻറ്റിലും വലിയ തകർച്ച ഉണ്ടായില്ലെങ്കിലും 1% ഡൗൺ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തികച്ചും വ്യത്യസ്തമായ കാര്യം കാണുന്നത് ഫാർമ സെഗ്മെൻറ്റിലാണ്. 2.25% ഫാർമ ഇൻഡെക്സ് അപ്പായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യക്ക് മേലുള്ള US-ന്റെ ഈ ഒരു താരിഫ് അത് ഇത്രമാത്രം കനത്തതാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ മാർക്കറ്റിൽ വലിയൊരു ചാഞ്ചാട്ടം ഉണ്ടായേക്കാം. കാരണം ഒരു 20% താരിഫ് പോലും നമ്മുടെ രാജ്യത്തിൻ്റെ GDP-യുടെ ഏകദേശം 0.5%ഓളം അത് ഇടിവുണ്ടാക്കിയേക്കുമെന്ന് പൊതുവെ ആഗോള തലത്തിൽ ബ്രോക്കിംഗ് സ്ഥാപനങ്ങളും മറ്റ് അനലിസ്റ്റുകളും ഒക്കെ വിലയിരുത്തിയിരുന്നു. ഇപ്പോൾ ഇവിടെ 20-ൽ കൂടുതലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ അത് നമ്മൾ ഡോളർ ടേംസിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം $30 ബില്യൺ ഒരു ആഘാതം നമ്മുടെ ഇക്കണോമിയിൽ ഉണ്ടാക്കുമെന്നാണ് IMF-ന്റെ ഒരു നിരീക്ഷണം കാണുന്നത്. കലണ്ടർ ഇയറിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് $4.3 ലക്ഷം കോടി ഒരു GDP വാല്യൂ ആണ്. പക്ഷെ അത് ഏകദേശം 0.7% കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഇന്ന് വന്ന US-ന്റെ ആ ഒരു റെസിപ്രോക്കൽ താരിഫിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 25ഓളം രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഈ നികുതിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ അമേരിക്കയുടെ മേൽ നികുതി ചുമത്തുന്ന രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 10% മാത്രം നികുതി ചുമത്തുന്ന 7ഓളം രാജ്യങ്ങൾ കാണാം. അതിൽ യുണൈറ്റഡ് കിങ്ഡം, ബ്രസീൽ, സിംഗപ്പൂർ, ചിലി, ഓസ്ട്രേലിയ, ടർക്കി, കൊളംബിയ. അപ്പോൾ ഈ രാജ്യങ്ങൾ പൊതുവെ 10% മാത്രമാണ് അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് അവരുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ മേലെ അമേരിക്കയും 10% മാത്രമാണ് റെസിപ്രോക്കൽ താരിഫ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 7 രാജ്യങ്ങൾ താരിഫ് ഭീഷണിയിൽ നിന്നും വലിയ തോതിൽ ഒഴിവായിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ബാക്കി വന്ന 18 രാജ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികം US-ന് മേലെ താരിഫ് ചുമത്തുന്നത് കംബോഡിയയാണ്. 97% അവരുടെ നികുതി. ആ ഒരു 18 രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് നികുതി ചുമത്തുന്നത് ഇസ്രായേലാണ്. അവർ 17% മാത്രമേ നികുതി ചുമത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇന്ത്യ അമേരിക്കയുടെ മേൽ ചുമത്തുന്ന നികുതിയുടെ ആവറേജ് 52%. അപ്പോൾ ഇന്ത്യ അധികം നികുതി ചുമത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 12ാം സ്ഥാനത്താണുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് മുകളിൽ 11ഓളം രാജ്യങ്ങളിൽ വലിയ നികുതിയാണ് ചുമത്തുന്നത്. അപ്പോൾ ആ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കംബോഡിയ, വിയറ്റ്നാം, ശ്രീലങ്ക, ബംഗ്ലാദേശ്, തായ്ലാൻഡ്, ചൈന, തായ്വാൻ, ഇന്തോനേഷ്യ, സ്വിറ്റ്സർലാൻഡ്, സൗത്ത് ആഫ്രിക്ക, പാകിസ്ഥാൻ. ഈ രാജ്യങ്ങളൊക്കെയാണ് അമേരിക്കൻ പ്രൊഡക്റ്റുകളുടെ മേൽ വലിയ നികുതി ചുമത്തുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ ഏർപ്പെടുത്തുന്ന റെസിപ്രോക്കൽ താരിഫ് അവരുടെ മേലും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് എത്രയാണോ ഒരു രാജ്യം അമേരിക്കയുടെ മേൽ നികുതി ചുമത്തുന്നത് അതിൻ്റെ 50%ആണ് ഏകദേശം അമേരിക്ക ചുമത്തുന്ന നികുതി. അപ്പോൾ ഇത് ഡോളർ മാനിപ്പുലേഷനും ട്രേഡ് ബാരിയേഴ്സും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇന്ത്യ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 52% ആവറേജ് നികുതി അമേരിക്കയുടെ മേൽ ചുമത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മേലെ
26% റെസിപ്രോക്കൽ താരിഫ്. അത് ഏകദേശം നേരെ പകുതിയാണ്. അതായത് ഇന്ത്യയുടെ മേലെ നമുക്ക് കറക്റ്റായിട്ട് ആ 50% എന്നുള്ള ഒരു മാനദണ്ഡം ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇന്ത്യക്ക് ആശ്വാസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മെയിൻ കോമ്പറ്റേറ്റേഴ്സ്, പ്രത്യേകിച്ച് ഏഷ്യൻ റീജിയനിൽ ഇന്ത്യയുടെ അമേരിക്കയിലുള്ള എക്സ്പോർട്ടിൽ ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട എതിരാളികൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ, അവിടെയൊക്കെ ഇന്ത്യയേക്കാൾ കൂടുതൽ താരിഫ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് 44%, ഏറ്റവും അധികമുള്ളത് ശ്രീലങ്കക്കാണ്. ബംഗ്ലാദേശിന് 37%, തായ്ലാൻഡ് 36%, ചൈന 34%, തായ്വാൻ 32%, ഇന്തോനേഷ്യ 32%, പാകിസ്ഥാൻ 29%. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ താരതമ്യേന 26 എന്ന് പറയുമ്പോൾ ഈ രാജ്യങ്ങൾക്കൊക്കെ താഴാണ് എന്നുള്ളത് നമ്മളെ ആശ്വാസകരമായ കാര്യമാണ്. കൂടാതെ മറ്റൊരു ആശ്വാസം ഇന്ത്യക്കുള്ളത്, ചില ഉൽപ്പന്നങ്ങൾ ഈ റെസിപ്രോക്കൽ താരിഫിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവയിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറാണ്. അവിടെ ടെമ്പററി ആയിട്ട് ഈ റെസിപ്രോക്കൽ താരിഫിൽ നിന്ന് ഈ സെഗ്മെൻറ്റിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇന്ത്യയിലേക്ക് അമേരിക്കൻ ഫാർമ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ മേലെ ഇന്ത്യ ചുമത്തുന്നത് 10% താരിഫ്. എന്നാൽ തിരിച്ച് അമേരിക്ക തീരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള വളരെ ചെറിയ ഒരു താരിഫ് മാത്രമാണ്, ഏകദേശം 0% ആണെന്ന് പറയാം. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് കോ അമേരിക്ക നിലനിർത്തുകയാണ്. കാരണം ഇന്ത്യയുടെ ഫാർമ പ്രൊഡക്റ്റുകൾക്ക് വലിയ നികുതി വരില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം വലിയ ആശ്വാസത്തോടെയാണ് ആ സെഗ്മെൻറ്റ് കാണുന്നത്. ഫാർമയോടൊപ്പം സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ ലുംബർ ആർട്ടിക്കിൾസ്, വുഡൻ മേഖലയിലുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ കോപ്പർ, ഗോൾഡ്, എനർജി, അതുപോലെ ചില പ്രത്യേക മിനറൽസ്, അതായത് അമേരിക്കയിൽ അവൈലബിൾ അല്ലാത്ത പല മിനറൽസിനും പല പ്രൊഡക്റ്റുകൾക്കും ഇപ്പോഴും ആ റെസിപ്രോക്കൽ താരിഫ് ബാധകമാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചുള്ളത് ഫാർമ സെഗ്മെൻറ്റിലാണ്. അപ്പോൾ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഫാർമ പ്രൊഡക്റ്റുകളുടെ മൊത്തം വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് $800 ബില്യൺ മാത്രമാണ്. എന്നാൽ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് അത് ബില്യൺ ടേംസിലാണ്. അതായത് 8.7 ബില്യണിലാണ് ഇന്ത്യ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട്. അപ്പോൾ വലിയ ഒരു ഗ്യാപ്പ് അവിടെ കാണാം. വലിയ ഹ്യൂജ് എമൗണ്ട് ഇന്ത്യ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താരിഫ് ഒഴിവായത് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അത് നമുക്ക് ഇന്ന് ഇന്ത്യയിലെ ഫാർമ സ്റ്റോക്കുകളിൽ കാണാൻ പറ്റും. ഫാർമ ഇൻഡെക്സ് തന്നെ ഏറ്റവും അധികം മുന്നോട്ട് പോയ ഇൻഡെക്സ് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കാണുന്നത് ഫാർമ ഇൻഡെക്സ് ആണ്. അതിൽ 20ഓളം സ്റ്റോക്കുകളുണ്ട്. ആ 20 സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. അതിൽ ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ 3 മുതൽ 4% വരെ അപ്സൈഡ് പോയതായിട്ടും കാണാം. ഇപ്പോൾ ഇപ്ക ലാബ്, ലൂപ്പിൻ, നാറ്റ്കോ ഫാർമ, സൺ ഫാർമ, സിപ്ല പോലെയുള്ള സ്റ്റോക്കുകൾ 3 മുതൽ 4% മുന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു താരിഫ് വാറിൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് മുന്നിൽ പല വഴികളും തുറന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ പല ഏഷ്യൻ കൺട്രികളും ഇന്ത്യയേക്കാൾ ഉയർന്ന താരിഫിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് ഗ്ലോബൽ ട്രേഡിൽ, അതുപോലെ മാനുഫാക്ചറിങ് രംഗത്തും ഇന്ത്യ തങ്ങളുടെ ആ ഒരു പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വേണ്ടത്. അപ്പോൾ ഇത് സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കില്ല. ഇവിടെ ബോധപൂർവമായിട്ടുള്ള ശ്രമം ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂട്ടേണ്ടതുണ്ട്. അതുപോലെ ഡൊമസ്റ്റിക് വാല്യൂ എഡിഷൻസ്, പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വരേണ്ടതുണ്ട്. കൂടാതെ ഈ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉടൻ തന്നെ ഉപയോഗപ്പെടുത്തുകയും വേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ഒരു നീക്കം ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടെ ചില സെഗ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെൻറ്റ് സെഗ്മെൻറ്റിൽ ചൈനയും ബംഗ്ലാദേശുമായാണ് പ്രധാനപ്പെട്ട ഇന്ത്യയുടെ എതിരാളികളായിട്ട് അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബംഗ്ലാദേശും ചൈനയ്ക്കും വലിയ തോതിൽ താരിഫ് ഇന്ത്യയേക്കാൾ കൂടുതൽ വന്നതിനാൽ ഇവിടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. അത് നമുക്ക് ഇന്ന് പല ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിലും അത് പ്രതിഫലിച്ചതായിട്ട് കാണാം. ഇപ്പോൾ KPR മിൽസ്, ഗോകുൽദാസ് എക്സ്പോർട്സ്, വേദാന്ത ഫാഷൻസ്, ട്രൈഡൻറ്റ്, കിറ്റെക്സ് ഗാർമെൻറ്റ്സ്, റൂപ ആൻഡ് കമ്പനി, അതുപോലെ പേജ് ഇൻഡസ്ട്രീസ് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്സൈഡ് മൂവ് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെക്ടറാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികോം സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ. കാരണം ഐഫോൺ പോലെയുള്ള സ്മാർട്ട് ഫോണുകളുടെ നിർമ്മാണത്തിൽ ഇന്ത്യ കൂടുതൽ ശക്തമായിട്ട് വരികയാണെങ്കിൽ അത് വിയറ്റ്നാമിനെയും തായ്ലൻഡിനെയും മറികടന്നുകൊണ്ടുള്ള ഒരു ഉൽപ്പാദനം ഇന്ത്യ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും അത്. അപ്പോൾ അത് ഇന്ത്യക്ക് മുന്നിൽ വലിയൊരു വാതിലാണ് ഇപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് സെമി കണ്ടക്ടർ സ്പേസിലും. കാരണം തായ്വാനാണ് മേജറായിട്ടുള്ള സെമി കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം. അവർ വലിയ താരിഫാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സെമി കണ്ടക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു അവസരമായിട്ട് കണക്കാക്കേണ്ടതാണ്. മറ്റൊന്ന്, താരിഫ് എക്സെപ്റ്റ് ചെയ്ത ഒരു മേഖല ഗോൾഡ്, ബുവിയൻ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ആ ഒരു അസംസ്കൃതമായിട്ടുള്ള പ്രൊഡക്റ്റിന് റെസിപ്രോക്കൽ താരിഫ് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ജ്വല്ലറി അല്ലാത്ത റോ ഫോമിലുള്ള ഗോൾഡ് ബുവിയൻ, ഗോൾഡ് ബിസ്ക്കറ്റ്സ് പോലെ, ഗോൾഡ് ബാർ പോലെയുള്ള സംഭവങ്ങൾ, അതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് രാജേഷ് എക്സ്പോർട്സ്.
അപ്പോൾ ഇന്ന് നമുക്ക് രാജേഷ് എക്സ്പോർട്സിലും ഒരു അപ്സൈഡ് മൂവ് നടന്നതായിട്ട് കാണാം. എന്നാൽ രാജേഷ് എക്സ്പോർട്ട് ഒരു അണ്ടർ പെർഫോമിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് എത്രമാത്രം ഈ ഒരു അവസരം അനുകൂലമാകുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇതേപോലെ തന്നെ വളരെ റെയർ ആയിട്ടുള്ള സിങ്ക്, പ്ലാറ്റിനം, പലേഡിയം, റോഡിയം പോലെയുള്ള മിനറൽസിലും താരിഫ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിലുള്ള കമ്പനികൾക്കും അത് ഗുണകരമാകേണ്ടതാണ്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.